തൃശൂർ വെള്ളിത്തുരുത്തിയിൽ റോഡ് അരികിലൂടെ നടന്നുപോയ കുട്ടിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. വെള്ളിത്തുരുത്തി സ്വദേശി അനിലിന്റെ മകൾ 8 വയസ്സുള്ള പാർവണയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. റോഡ് അരികിലൂടെ നിയമമൊക്കെ പാലിച്ച് അനുവദനീയമായ പാതയിലൂടെ കുട്ടി നടന്നു പോകുമ്പോഴാണ് ഈ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. MS ലിഷോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ലിഷോയി, ആ പെൺകുട്ടി നിയമപ്രകാരം കാൽനട യാത്രക്കാർക്ക് അനുവദനീയമായ പാതയിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോഴാണ് ഒരു കാറ് നിയമം ലംഘിച്ചുകൊണ്ട് അത് അമിത വേഗതയിലാണെന്ന് തോന്നുന്നു ഇടിച്ചു തെറിപ്പിച്ചത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അപകടം എപ്പോഴായിരുന്നു, കൂടുതലായി എന്താണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2:40 ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ വെള്ളിത്തുരുത്തിയിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നു കുട്ടി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു കാർ അമിത വേഗത്തിൽ പിന്നിൽ നിന്ന് വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നത്. 8 വയസ്സുള്ള പാർവണ എന്ന് പറയുന്ന കുട്ടിയാണ്. വെള്ളിത്തുരുത്തി സ്വദേശി അനിലിന്റെ മകളാണ്. അപകടത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അവിടെ നിന്നും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ ചികിത്സ കുട്ടിക്ക് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കുട്ടിയെ ഇടിച്ച വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി കടങ്ങോട് സ്വദേശിയായ ബോബൻ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസിന് സംശയമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇയാളെ ഈ ബ്രത്തനലൈസർ വെച്ച് സ്റ്റേഷനിൽ എത്തിച്ച് ഊതിച്ച സമയത്ത് അത് മദ്യപിച്ചിരുന്ന ആൽക്കഹോളിന്റെ അംശം കണ്ടതായാണ് പോലീസിന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് ഇയാളെ വിശദമായ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പതിവാകുന്ന ഓരോ ദിവസവും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഞെട്ടലോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്താണ് മദ്യലഹരിയിൽ, ഇന്ന് അറിയാൻ പറ്റുന്ന ഞായറാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ മദ്യപിച്ച് ഉല്ലസിച്ച് ശേഷം വാഹനത്തിൽ കയറി ഇങ്ങനെ പോകണമെങ്കിൽ, കാരണം ചീറിപ്പാഞ്ഞാണ് പോകുന്നത്, അതും നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു കുട്ടി ആ റോഡ് അരികിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായി വന്നിടിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ജാഗ്രതയോടുകൂടി ഇദ്ദേഹത്തെ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്? ആരോഗ്യനില സംബന്ധിച്ച് കുട്ടിയുടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പുറത്തേക്ക് നൽകുന്ന വിവരങ്ങൾ? ലിഷോയി, നിലവിൽ കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ വാഹനം ഓടിച്ചിരുന്ന കടങ്ങോട് സ്വദേശിയായ ബോബൻ. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ആരോഗ്യനില, ഗുരുതരമായ പരിക്കുകളുണ്ട് കുട്ടിക്ക്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാവും എന്തായാലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ കുന്നംകുളത്തെ ചികിത്സ അത് മതിയാകാതെ വന്ന സാഹചര്യത്തിലാണ് പിന്നീട് തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ, അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി അതിനുശേഷം ബ്ലഡ് സാമ്പിളിൽ ആൽക്കഹോളിന്റെ അംശം കൃത്യമായി കണ്ടെത്തിയാലാണ് അടുത്ത നടപടികളിലേക്ക്. ഇടിച്ച് കുഞ്ഞിനെ തെറിപ്പിച്ച ആളുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ്? അയാൾ കടങ്ങോട് സ്വദേശിയായ ബോബൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ ഈ പാവർട്ടി ഭാഗത്ത് നിന്ന് വരികയായിരുന്നു. ഈ ഇടിച്ച സമയത്ത് അവിടെ ആളുകൾ ഓടിക്കൂടുകയും ചെയ്തിരുന്നു. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇയാളുമായി സംസാരിച്ച സമയത്ത് ഇയാൾ മദ്യപിച്ചിരുന്നതായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. രാവിലെ പാവർട്ടിയിൽ നിന്നും ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് ഇയാൾ തന്നെ പോലീസിനോട് ആദ്യഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തമായ ഒരു കാര്യം, അത് ഇതെല്ലാം തന്നെ ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസ് എന്തായാലും സ്ഥിരീകരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയില്ല, കാരണം ഈ മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറ്റമാണ്. അതുകൂടാതെ അലക്ഷ്യമായി തന്നെ ഈ വാഹനം അനുവദനീയമായ രീതിയിൽ റോഡിനിപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എത്രയോ പേര് ഒരുപക്ഷെ ഇദ്ദേഹം വരുന്ന വഴിക്ക് ഇടിച്ചിട്ടിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇടിച്ചേക്കാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടിയും പോലീസ് അതീവ ഗൗരവത്തോടുകൂടി ഈ കേസിനെ സമീപിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ഈ പ്രതിക്കെതിരെ, ഈ വാഹനം ഓടിച്ച ആൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ? നിലവിൽ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് അതിനുശേഷമാണ് FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുകയുള്ളൂ. FIR ഇട്ടതിന് ശേഷമായിരിക്കും, അതായത് FIR ഇടുന്ന സമയത്തായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ ചേർത്താണ് FIR ഇടേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും വ്യക്തമാവുകയുള്ളൂ. ഗുരുതരമായ ഒരു കൃത്യവിലോപം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്നാണ് കുന്നംകുളം പോലീസ് പറയുന്നത്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കുട്ടി വളരെ റോഡിന്റെ ഒരു ഓരം ചേർന്ന് വളരെ അധികം
നീങ്ങിയാണ് ആ കുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നത്. ആ സമയത്താണ് അമിത വേഗത്തിൽ വന്ന ഈ വാഹനം നേരെ ഇടിച്ച് തെറിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് അതീവ ഗൗരവമായി തന്നെയാണ് പോലീസും എടുത്തിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു കുറ്റമായി തന്നെയാണ് അവരും ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടനടി തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെ ഇയാളെ വിധേയനാക്കാനായി കൊണ്ടുപോകാനായി പോലീസ് തയ്യാറായതും. അത് ആദ്യഘട്ടത്തിൽ ബ്രത്ത് അനലൈസർ വെച്ച് ചോദിച്ചു. ആ സമയത്താണ് ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയത്. പിന്നീട് കൂടുതൽ വിശദമായ കൃത്യമായ ഒരു തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ പരിശോധനയ്ക്കായി ഇയാളെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. കുഞ്ഞ് എങ്ങോട്ടാണ് തെറിച്ചു വീണത്? അവിടെയുള്ള ആ സമയത്ത് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ആളുകൾ, നമുക്കൊരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി വാഹനങ്ങൾ പതിവായി അല്ലെങ്കിൽ നിരന്തരം സഞ്ചരിക്കുന്ന മേഖലയാണോ ഇത്? ആൾപ്പാർപ്പൊക്കെയുള്ള ഇടമാണോ? എങ്ങനെയാണ് കുഞ്ഞിനെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്? ആ മേഖലയിൽ തന്നെ നിരവധിയായ ആളുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ വാഹനം ഈ കുട്ടിയെ ഇടിച്ച ശേഷം പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടെ ഉണ്ടായിരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരവും സ്തൂപവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് പോയി ഇടിച്ചാണ് ഈ വാഹനം നിന്നത്. നിന്ന ഉടനെ തന്നെ ഈ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ആളെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതും പിന്നീട് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചതുമെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആ അവിടെ നിന്നും കുറച്ച് നീങ്ങിയും ഈ വാഹനം ഇടിച്ചിരുന്നു. അതായത് കുട്ടിയെ ഇടിച്ച ശേഷം വീണ്ടും നേരെ മറ്റൊരിടത്ത് പോയി ഇടിച്ചാണ് ഈ വാഹനം നിന്നത്. കുട്ടി തൊട്ടടുത്തുള്ള ഒരു മതിലിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് തെറിച്ചു വീണതും. ഉടനടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ചേർന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ സ്വീകരിച്ചത്. MS ലിഷോയിയാണ് വിവരങ്ങൾ നൽകി. എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കില്ല ചിലർ എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും. റോഡരികിലൂടെ നടന്നു പോയ ഒരു കുഞ്ഞിന് നേരെയാണ് ഇങ്ങനെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയ സംഭവമുണ്ടായത്. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു. ഈ വാഹനം ഓടിച്ച ആൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് വകുപ്പുകൾ ചുമത്തണം, ശിക്ഷ ഉറപ്പാക്കേണ്ട സംഭവമാണിത്. MS ലിഷോയിയാണ് വിവരങ്ങൾ നൽകിയത്.